നിലമ്പൂര് എം സ്വരാജിന്റെ തോൽവി, അതിൻ്റെ ഒരു സ്മെല്ല് മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയാൻ ചേട്ടന് പറ്റും? അദ്ദേഹം ആ ചോദ്യം ചോദിക്കുമ്പോൾ അതൊരുപാട് അർത്ഥങ്ങളുള്ളൊരു ചോദ്യമാണ്. കാര്യം ഇന്ന് പത്രത്തിലൊരു വാർത്തയുണ്ട്, മൈക്ക് കണ്ടാൽ എന്തും വിളിച്ച് പറയരുത് നേതാക്കളെന്ന്. ഇന്നലെ സംസ്ഥാന സമിതി അംഗങ്ങളുടെ ഒരു കമ്മിറ്റി ഒരു മീറ്റിംഗ് പോലൊരു സംഭവം ഉണ്ടായിരുന്നു. അടുത്ത വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെയൊക്കെ സംബന്ധിച്ചുള്ള ഒരു അവലോകന യോഗമായിരുന്നു. എന്തുകൊണ്ട് നമ്മൾ തന്നെ ഈ വിഷയം ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത്തരം വിഷയങ്ങൾ നമ്മൾ നേരത്തെയും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണിത്. അപ്പൊ എന്നോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ ആ സംസാരത്തിന്റെ ഒരു ബാക്കി പത്രം തന്നെയാണിത്. കാരണം അദ്ദേഹം നീണ്ട 15 കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണ്. മൈക്ക് കണ്ടാൽ എന്തും വിളിച്ചു പറയരുത് എന്ന് ഒരു താക്കീത് പറയാതെ പറയുമ്പോൾ ഗോവിന്ദൻ RSS ബന്ധം പറഞ്ഞതിനെയാണ് അദ്ദേഹം ചൂണ്ടിയെന്ന് ഇന്നലെ മാധ്യമങ്ങളെല്ലാം വെച്ച് അലക്കി. ഞായറാഴ്ച വാർത്ത കുറവാണ്, പൊതുവെ ഞായറാഴ്ചകളിൽ വാർത്ത കുറവാണ്. അപ്പൊ ഞായറാഴ്ചകളിൽ വാർത്ത അതൊരു വലിയ വാർത്തയാണ്. അപ്പൊ RSS ബാന്ധവം ഗോവിന്ദൻ പറഞ്ഞത് തെറ്റായി പോയി എന്ന് പിണറായി വിജയൻ പറഞ്ഞതിന്റെ അർത്ഥം, ഒന്ന്, സ്വരാജ് ജയിക്കില്ല എന്ന് അദ്ദേഹത്തിന് റിപ്പോർട്ട് കിട്ടി. കാര്യം 15 കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ, പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഒരാള് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് എത്രയോ തവണ നമ്മൾ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു ബ്രാഞ്ചില് സെക്രട്ടറി വരെ അദ്ദേഹത്തിന് അറിയാം. റീതിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കരുനാഗപ്പള്ളിയിൽ അവിടെ ഇപ്പോ അഡ്വോ കമ്മിറ്റിയാണ്. അതിനു മുമ്പ് അവിടെ നടന്നൊരു വിഷയത്തിൽ ഇദ്ദേഹത്തിന് ഇടപെടേണ്ട ഒരു ആവശ്യമുണ്ട്. സഖാവെ ഇങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നു, അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്. അപ്പം സഖാവ് ഇങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താ അതിന്റെ കാര്യം എന്ന് അദ്ദേഹം ചെവി കൊടുത്ത പിണറായി പിന്നീട് 2 മാസത്തിനകത്ത് അദ്ദേഹത്തിന്റെ കാര്യം നടത്തി കൊടുത്തു. പാർട്ടി തലത്തിൽ ചെയ്യേണ്ട കാര്യം അതാണ് പിണറായി. അപ്പൊ അദ്ദേഹത്തിന് ഇതിന്റെ റിപ്പോർട്ട് കിട്ടി. ബ്രാഞ്ച് ഘടകം മുതൽ നിലമ്പൂർ എവിടം വരെ ഉണ്ടോ അവിടം വരെ ഈ പറയുന്ന മണ്ഡലത്തിലെ സർവ്വ സ്ഥലങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് മെസ്സേജ് കിട്ടി. ആ മെസ്സേജിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്നലെ ഈ ഒരു സൂചന കൊടുത്തത്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു RSSമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള അടിയന്തരാവസ്ഥ കാലത്ത് ആ ബാന്ധവുമായി ബന്ധപ്പെട്ടുള്ള ഗോവിന്ദന്റെ പരാമർശം ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമല്ലല്ലോ നിലമ്പൂരിൽ ഇത് സംഭവിക്കുന്നത്. തുടക്കം മുതൽ നമ്മൾ സംസാരിച്ചു, നിലമ്പൂര് എന്തിന് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി. നമ്മൾ തന്നെയാണ് ഈ വാർത്ത, നമ്മളിപ്പോ ഭയങ്കര ഇതൊന്നും നമ്മൾ അങ്ങനെ ആണെന്ന് പറയുന്നില്ല. നമുക്ക് തോന്നുന്ന ചില അസംഷൻസ് നമ്മൾ പറയുന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത് പറഞ്ഞായിരുന്നു, സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുന്നു. ഈ സ്വരാജിന് സേഫ് ആയിട്ട് രാജ്യസഭയിലേക്കും പോകും, അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പൊ സ്വരാജിന്റെ അടുത്ത് മാധ്യമപ്രവർത്തകർ ചെന്ന് സംസാരിച്ചപ്പോൾ സ്വരാജ് ഇരുത്തം വന്നൊരു നേതാവായിട്ട് പറഞ്ഞു, ഇപ്പൊ റിസൾട്ട് വന്നേ ഉള്ളൂ, നമുക്കൊന്ന് കുറച്ച് കാത്തിരിക്കാം, വരട്ടെ, പാർട്ടി അവലോകന മീറ്റിംഗ് ഒക്കെ വരുമല്ലോ, വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ചകളുണ്ട്, ആ ചർച്ചകളിൽ നമുക്കിത് സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുമല്ലോ, അപ്പൊ നമുക്ക് പറയാം എന്നേ അദ്ദേഹത്തിന് പറയാൻ കഴിയുള്ളൂ. അപ്പം അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ വരെ അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞു, അതും വരട്ടെ, നമുക്ക് സാവകാശമായിട്ട് അത് സംസാരിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ പ്രദീപ് ചോദിച്ചു, RSS ബാന്ധവം കൊണ്ടാണോ ഇങ്ങനെ തോറ്റു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടി ചോദിച്ചു, ഇത് ഭരണവിരുദ്ധ വികാരം കൊണ്ടാണോ ഉണ്ടായെന്നും ചോദിച്ചു. ആരുടെയൊക്കെ? ഇപ്പൊ എം സ്വരാജിന്റെ അടുത്ത് ചോദിച്ചു. അതും പഠിച്ചിട്ട് പറയാം, അങ്ങനെ പറയാൻ പറ്റൂ. അതല്ലാതെ മറ്റൊരു ആൻസർ അവിടെ സ്വരാജിന് ഇല്ല. 2, ഈ എം സ്വരാജിനെ സ്ഥാനാർത്ഥി ആക്കിയത് മുതൽ ഇങ്ങേറ്റം വരെ പരാജയമാണ്. ഇത് പിണറായിയുടെ പരാജയമാണ്. എങ്ങനെ? പിണറായിയാണ് പറഞ്ഞത് എം സ്വരാജ് മത്സരിക്കട്ടെന്ന്. 4 തവണയാണ് പിണറായി മണ്ഡലത്തിൽ പോയത്, അതും ഒരു മുഖ്യമന്ത്രിയാണ് പോയത്. നമ്മളിവിടെ കണ്ടതല്ലേ തൃക്കാക്കര ഇലക്ഷന് എന്ത് കുഴച്ചു മറിച്ചിട്ടായിരുന്നു ഇവിടെ എന്തെല്ലാം ആരെല്ലാം വന്നു അല്ലേ? അല്ല, അങ്ങനെ ഉണ്ടായിരുന്നിട്ട് എന്ത് സംഭവിച്ചു ഇവിടെ? പിണറായി 4 തവണ വന്നിട്ട് പിണറായി അവിടെ ചെന്നു. പക്ഷെ പിണറായി എന്തെങ്കിലും മുൻകൂട്ടി കാണാണ്ട് സ്വരാജിനെ അവിടെ നിർത്തുമോ? കാരണം സ്വരാജ് അവിടുത്തുകാരനല്ല എന്നുള്ളത്, അവിടുത്തുകാരനാണ്, പക്ഷെ അവിടുത്തുകാരനല്ല. അവിടെ അല്ലല്ലോ നിൽക്കുന്നത്. നമ്മൾ തന്നെ പറഞ്ഞിട്ടില്ലേ, പുള്ളി പാസഞ്ചർ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ പറഞ്ഞിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരാളെ അവിടെ കൊണ്ടുപോയി നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് എന്തായാലും ഒരു മുഖ്യമന്ത്രി, അതിനു മുമ്പ് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നല്ലോ 15 വർഷം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കാൽക്കുലേഷൻസ് ഇപ്പോഴും ഉണ്ടാകില്ലേ? അവിടെയാണ് പരാജയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പറ്റിയത്. കാര്യം നമ്മൾ അന്ന് തന്നെ സംസാരിച്ചു പറഞ്ഞു, 3 മന്ത്രിമാർ ഞങ്ങൾ എന്താ തവിട് കൊടുത്ത് വാങ്ങിച്ചവരാണോ എന്ന് ചോദിച്ചു. മുഹമ്മദ് റിയാസിന് പ്രോവനൻസ് കൊടുക്കുന്നു. ആരൊക്കെയാ ചോദിച്ചത്? MP രാജേഷ്, ബാലഗോപാല്, പിന്നീട് രാജീവ്.
ഞങ്ങൾ എന്താ വഴി കിടക്കുന്നവരാണെന്ന് ചോദിച്ചു. അന്ന് ആ ശ്രേണിയിൽപ്പെട്ട ആളാണ് എം സ്വരാജ്. അവിടെ രാഷ്ട്രീയമായിട്ടുള്ള പിണറായി വിജയന്റെ ഉത്തരമാണ് എം സ്വരാജിനുള്ള സ്ഥാനാർത്ഥിത്വം. അവിടെയാണ് പിണറായി വിജയൻ രാഷ്ട്രീയം കണ്ടത്. വേണ്ടി കൊണ്ടു നിർത്തിയത് ഇല്ല. അത് മാത്രമല്ല, ഒരു ഭാഗ്യം 50,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. ചില്ലറയല്ല ഇത്. പിണറായി വിജയൻ തോറ്റു എന്ന് പറയുമ്പോൾ 50,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. അതും ഈ ഭരണപരത്തിൽ നിങ്ങൾ നോക്കണം. 9ാം വർഷം ഇവരുടെ വിലയിരുത്തൽ എങ്ങനെയായിരിക്കും വരുന്നത്? പറയുന്നത് എഴുതി വെച്ചോ. 9ാം വർഷം ഒരു സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോൾ ഇതിൽ കൂടുതൽ വോട്ട് കുറയേണ്ട സ്ഥാനത്ത് ഞങ്ങൾക്ക് നഷ്ടമായത് വെറും തുച്ഛമായ വോട്ടാണെന്നായിരിക്കും ഗോവിന്ദൻ പറയാൻ പോണത്. ഗോവിന്ദന്റെ കണക്ക് അങ്ങനെയായിരിക്കും. അല്ല, അതിനുള്ള സാധ്യത ഷൗക്കത്ത് വഴിവെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. ഷൗക്കത്തിന് കിട്ടാൻ പോകുന്ന വോട്ട് ഏതാണ്ട് ഷൗക്കത്തിന്റെ ആൾക്കാരെല്ലാം കൂടെ അൻവറിനെ പിടിച്ച് മാറ്റിയതുകൊണ്ടാണ് ആ വോട്ട് പോയത്. അത് സത്യമാണ്. അവിടെ സാധൂകരിച്ച് മറച്ചു വെച്ചുകൊണ്ട് പിന്നെ ഗോവിന്ദൻ പറയാൻ പോണ എന്താണ്? സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിൽ 9 വർഷം പിന്നിടുമ്പോൾ ഈ 9ാമത്തെ വർഷം ഇത്രയധികം വോട്ടല്ല കുറയേണ്ടത്. ഇത്ര വോട്ട് കിട്ടുന്ന വോട്ട് ഇത്രയല്ല, ഇതിനേക്കാളും കുറഞ്ഞു പോവേണ്ടതാണ്. ക്ഷമിക്കണം, ഇതിനേക്കാളും വോട്ട് കിട്ടേണ്ടതാണ്, കുറയേണ്ടതാണ്. പക്ഷെ കിട്ടിയിരിക്കുന്ന 50,000 വോട്ട്. 2 ലക്ഷമാണ് ഈ മണ്ഡലത്തിലെ വോട്ടെന്ന് പറയുന്നത്. ഈ 2 ലക്ഷം വോട്ടിൽ 60,000-ഓ 60,000-ത്തിന് അടുത്ത വോട്ടാണ് ഈ ജയിച്ച സ്ഥാനാർത്ഥി കിട്ടിയിരിക്കുന്നത്. 25,000-ത്തിന് അടുത്ത് കിട്ടിയിരിക്കുന്നത് PV അൻവറിനാണ്. നമുക്കറിയാവുന്ന രാഷ്ട്രീയം പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർ വരെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് 15,000 വോട്ടൊക്കെ. നമ്മളോട് ഷാജി പണ്ടേല ചേട്ടനൊക്കെ പറഞ്ഞിട്ടുള്ളത് വെറും 15,000 വോട്ടൊക്കെ പറഞ്ഞത്. ഇവിടെ 25,000 ആണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇന്നലെ അൻവർ സംസാരിച്ചു പറഞ്ഞു ക്രോസ് വോട്ട് വരെ ഉണ്ടായിട്ടുണ്ട്. CPM-ന്റെ വോട്ട്, അതായത് കോൺഗ്രസിന്റെ വോട്ട് CPM-ന് പോയിട്ടുണ്ടെന്ന്. ചിലപ്പോൾ അതും സംഭവിച്ചിരിക്കാം. അൻവറിന് ഈ മണ്ഡലം അറിയാം, പൾസ് അറിയാം. അതുമല്ല, വേറൊരു കാര്യം കൂടെ നമുക്കിവിടെ പറയേണ്ടി വരും. പ്രീത, ഈ ഷൗക്കത്ത് എന്ന് പറയുന്ന ക്യാരക്ടർ അത്ര നല്ല ക്യാരക്ടറല്ല. ഷൗക്കത്ത് ഒരു നമ്മൾ ഈ ബ്രാൻ എന്നൊക്കെ പറയുന്ന പോലെയാണ്. മെയ് വഴക്കം, പിടിച്ചാൽ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. പിന്നെ ജോയിയെ സ്ഥാനാർത്ഥി ആക്കണമെന്ന് പറയുമ്പോഴും ഷൗക്കത്തിന് നിർത്തണം എന്ന് പാർട്ടിക്കകത്ത് ഒരു വിഭാഗത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. കാര്യം ഇപ്പം ചാണ്ടി ഉമ്മൻ ഒരു വലിയ അച്ഛന്റെ മകനാണ്, സ്ഥാനാർത്ഥിയാണ്. പിന്നെ ഉമ്മൻചാണ്ടിയുടെ ആ പഴയ നേതൃത്വം അവർ കുറെ കൂടെ അവരിപ്പോൾ കോൺഗ്രസിനകത്ത് ഇങ്ങനെ ഒരു ബെൽറ്റ് ഉണ്ടാക്കി വരുന്നുണ്ട്. പിന്നെ എയും ഐയും ഒക്കെ പഴയ ആൾക്കാരൊക്കെ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ നോക്കുമ്പോൾ കോൺഗ്രസിന് ചില പഴയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ തിരിച്ചു വരണം. അത് കോൺഗ്രസിന്റെ കാര്യം. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് പിണറായി വിജയൻ എന്ന പഴയ പാർട്ടി സെക്രട്ടറി ഇന്നും പാർട്ടി സെക്രട്ടറി കുപ്പായം അഴിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് കിട്ടിയ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് മൈക്ക് കണ്ട് എന്തും വിളിച്ചു പറയുന്നത്. പിന്നെ ഇതിൽ ഒന്നുകൂടെ നമുക്ക് പറയേണ്ടി വരും. അദ്ദേഹം അങ്ങനെ മൈക്ക് കണ്ട് എന്തും വിളിച്ചു പറയരുത് എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് തെറ്റുകളൊക്കെ ഇതേപോലെ മൈക്ക് കണ്ടിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സഖാവ് VS-നെ, പഴയ മുഖ്യമന്ത്രി VS-നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുണ്ട്. VS-നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളൊന്നും ഇവിടെ കേരളം മറന്നിട്ടില്ല. അദ്ദേഹം തന്നെ കണ്ടെത്തി നിർത്തിയ എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെ ഈ കേരളം ഓർക്കുന്നത് എങ്ങനെ കൂടെ ആയിരുന്നു? ക്യാപിറ്റൽ പണിഷ്മെന്റ് VS-ന് വേണമെന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട പിണറായി താങ്കൾ തന്നെ സ്ഥാനാർത്ഥിയാക്കി താങ്കൾക്ക് ചവിട്ടിക്കേറി പോകാനായി തോള് തന്ന ഒരു ചെറുപ്പക്കാരനാണ് എം സ്വരാജ്. അപ്പൊ താങ്കൾ തന്നെ സ്ഥാനാർത്ഥിയാക്കിയ എം സ്വരാജിനെ ജനം ഓർക്കുന്നത് ക്യാപിറ്റൽ പണിഷ്മെന്റിലൂടെയാണ്. ആ ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രസ്താവനയെ ജനം മറന്നിട്ടില്ല എന്നുകൂടെയാണ് ഈ തോൽവിയിലൂടെ എം സ്വരാജിന് കേരളം നൽകുന്നതെന്ന് നമുക്കിവിടെ പറഞ്ഞു വെക്കേണ്ടി വരും.